നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂരൽമലയ്ക്കായി 1 രൂപ പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ കണക്കിലെ സാങ്കേതികത്വം നിരത്തി ഒളിച്ചുകളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചുനിന്ന് കേരളത്തിനായി ശബ്ദിക്കണം. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടും. ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി. രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ജനം നല്ലപോലെ ചർച്ച ചെയ്യണമെന്ന് കെ രാധാകൃഷ്ണൻ MP. ജനാധിപത്യ മതേതര തുല്യതാ സാങ്കല്പങ്ങൾ തകർക്കപ്പെടുമ്പോൾ നാം കേവലം കാഴ്ചക്കാരാകരുത്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത്. CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തോടെ സമാപനം. ഏരിയ സെക്രട്ടറിയായി S കൃഷ്ണദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. CPM കൊഴിഞ്ഞാമ്പാറ ഫസ്റ്റ് സെക്കൻഡ് ലോക്കൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് പാർട്ടി അംഗത്വമില്ലാത്തവരും BJPക്കാരും കോൺഗ്രസുകാരുമാണെന്ന ആരോപണവുമായി വിമതർ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി തന്നെ കൂട്ടുനിൽക്കുകയാണെന്നും വിമത നേതാക്കൾ. സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാക്കാത്ത സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളെ സമാന ചിന്താഗതിക്കാർ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. കേരള കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പിരിച്ചുവിട്ടത് അധ്യാപകർ മുതൽ സെക്യൂരിറ്റി വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെ. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വൈസ് ചാൻസലറുടെ ഉത്തരവ്. കാട്ടാനയെ തുരത്താൻ പടക്കമെറിയുന്നതിനിടെ പടക്കം കയ്യിലിരുന്നു പൊട്ടി വനം വാച്ചർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് ഒലവക്കോട് RRTയിലെ സൈനുൽ ആബിദീന്. സ്ഫോടനത്തിൽ വിരലുകൾ അറ്റ ജീവനക്കാരൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം. സിനിമ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. നല്ല കൂട്ടായ്മയിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണം. 18ാമത് ഷൊർണൂർ പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം നാളെ സമാപിക്കും. നാടകോത്സവത്തിന്റെ 9ാം ദിനത്തിൽ അരങ്ങിലെത്തിയത് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം. തിങ്കളാഴ്ച സമാപന സദസ്സിനു ശേഷം അരങ്ങിലെത്തുക കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്. വാർത്തകൾ വിശദമായി. ചൂരൽമലയ്ക്കായി 1 രൂപ പോലും തരാത്തവരാണ് കേന്ദ്രമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കണക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം അറിയിക്കണമെന്നും അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചുനിന്ന് കേരളത്തിനായി ശബ്ദിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്നും ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും കെ രാജൻ തൃശൂരിൽ വ്യക്തമാക്കി. കണക്കിലെ കളികളെക്കുറിച്ച് പറയുന്നതല്ലാതെ പരിശോധിച്ച മെമ്മോറാണ്ടത്തിൽ എത്ര തരാൻ കഴിയുമെന്ന് കേന്ദ്രം പറയുന്നില്ലെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. കേരളവും കേന്ദ്രവും ശത്രു രാജ്യങ്ങളല്ല. ഗാർഡിയൻ ഏഞ്ചലായി പെരുമാറാൻ കേന്ദ്രം തയ്യാറാകണം. ചൂരൽമലയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകരുത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചുനിന്ന് കേരളത്തിനായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലടിക്കേണ്ട വിഷയമല്ല ഇത്. ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യം അറിയിക്കണം. ഇത് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിനോട് അവകാശങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രശ്നമാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന്റെ മുമ്പിലെ ആവശ്യം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായിട്ട് മുന്നോട്ട് പോകും. അത്യന്തമായിട്ടുള്ള പ്രശ്നമാണിത്. ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടുന്ന ഗവൺമെന്റ് പുറത്തുവിടണമെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ആളുകൾ ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. പക്ഷേ 1438 പേരെ അങ്ങനെ കണ്ടെത്തിയതായി ധനകാര്യ വകുപ്പ് അറിയിച്ചു. അവർക്കെല്ലാം ധനകാര്യ വകുപ്പ് നോട്ടീസ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. അത് ഒളിപ്പിച്ചു വയ്ക്കാനൊന്നും കഴിയുന്നൊരു കാര്യമല്ല. കാരണം ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇങ്ങനെ ചെയ്തവരോട് ഒരു സന്ധിയും നമുക്ക് ഉണ്ടാക്കാനും കഴിയില്ല. അത് കേവലം ഒരു പണം പലിശയോടുകൂടി തിരിച്ചടക്കിൽ അവസാനിക്കുകയില്ല. കഠിനമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. ഭൂമി തരം മാറ്റുന്ന തുക കാർഷിക അഭിവൃദ്ധി ഫണ്ടായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കോടതി വിധി പത്രത്തിൽ കണ്ട അറിവേയുള്ളൂ. കൃഷിക്ക് അനുകൂലമായി നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ നടപ്പാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്.
കോടതി വിധി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരം സർക്കാർ പുറത്തുവിടും. 1438 പേർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ധനകാര്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും. മുഖം നോക്കാതെയായിരിക്കും നടപടിയെന്നും നടപടിയെടുത്ത ശേഷം വിവരങ്ങൾ പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. 1% ആളുകൾ പോലും അനർഹമായി പെൻഷൻ കൈപ്പറ്റാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാമ്പത്തിക പ്രതിസന്ധി കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. അധ്യാപകർ മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ വരെയുള്ള 120ഓളം ജീവനക്കാരെയാണ് ഡിസംബർ 1 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കാണിച്ച് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നോൺ പ്ലാൻ ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലം താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വൈസ് ചാൻസലറുടെ ഉത്തരവ് രജിസ്ട്രാർ രേഖാമൂലം താൽക്കാലിക ജീവനക്കാർക്ക് അയച്ചുകൊടുത്തു. ഡിസംബർ 1 മുതലാണ് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തത് മൂലം കലാമണ്ഡലത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി താൽക്കാലിക അധ്യാപക അനധ്യാപക ജീവനക്കാരെ നിയമിച്ചിരുന്നു. എന്നാൽ പദ്ധതിയേതര വിഹിതത്തിൽ നിന്നും ആവശ്യമായ തുക ലഭിക്കാത്തത് മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് താൽക്കാലിക ജീവനക്കാരുടെ സേവനം ഡിസംബർ 1 മുതൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അവസാനിപ്പിച്ചതായി കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ജനം നല്ല പോലെ ചർച്ച ചെയ്യണമെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP. ജനാധിപത്യ മതേതര തുല്യതാ സങ്കല്പങ്ങൾ തകർക്കപ്പെടുമ്പോൾ ജനത വെറും കാഴ്ചക്കാരാകരുത്. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MP. രാജ്യത്തെ ഫാസിസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചിലർ ശ്രമിക്കുന്നത്. ആശങ്കാജനകമായ ഇത്തരം സാഹചര്യത്തെക്കുറിച്ച് ജനങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം. ജനാധിപത്യ മതേതര സങ്കല്പങ്ങളും തുല്യതാ സങ്കല്പങ്ങളും തകർക്കപ്പെടുമ്പോൾ നാം കാഴ്ചക്കാരാകരുതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഫെബ്രുവരി 9, 10, 11 തീയതികളിലാണ് CPM തൃശൂർ ജില്ലാ സമ്മേളനം. യോഗത്തിൽ 1001 അംഗ സംഘാടക സമിതിയും 251 അംഗ നിർവാഹക സമിതിയും രൂപീകരിച്ചു. കലാമണ്ഡലം ഗോപി രക്ഷാധികാരിയും AC മൊയ്തീൻ MLA ചെയർമാനും TK വാസു കൺവീനറുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, NR ബാലൻ, MK കണ്ണൻ, VK ശ്രീരാമൻ, MN സത്യൻ, TK വാസു, M ബാലാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയായി S കൃഷ്ണദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. ശനിയാഴ്ച പാലപ്പുറത്ത് ആരംഭിച്ച ഏരിയ സമ്മേളനം ഇന്ന് പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന റാലി എന്നിവയ്ക്കു ശേഷം ചിനക്കത്തൂർക്കാവ് മൈതാനിയിലെ T ശിവദാസൻ മേനോൻ നഗറിലായിരുന്നു പൊതുസമ്മേളനം. പാലപ്പുറം ലക്ഷ്മിനാരായണ കോളേജിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയായി S കൃഷ്ണദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. 21 അംഗ ഏരിയ കമ്മിറ്റിയെയും 32 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. K സുരേഷ്, C അബ്ദുൽ ഖാദർ, U രാജഗോപാൽ, MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, K ഗംഗാധരൻ, KP സുധീർ, K ഭാസ്കരൻ, K കൃഷ്ണകുമാർ, IMR റസാഖ്, K രാജേഷ്, T ഷിബു, PK പ്രമോദ്, TR ശശി, OV സ്വാമിനാഥൻ, PS അബ്ദുൽ മുത്തലിഫ്, K രാധാകൃഷ്ണൻ, KP ഹരികൃഷ്ണൻ, B ധരേഷ്, P സിന്ധു എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു. പാലപ്പുറം NSS കോളേജ് പരിസരത്തു നിന്നാണ് മാർച്ചും റാലിയും ആരംഭിച്ചത്. റാലി പൊതുസമ്മേളന വേദിയായ ചിനക്കത്തൂർക്കാവ് മൈതാനിയിലെ T ശിവദാസ മേനോൻ നഗറിൽ സമാപിച്ചു. പൊതുസമ്മേളനം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി മുതൽ VD സതീശൻ വരെ സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ
ഒരക്ഷരം ഉരിയാടുന്നില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടക്കെതിരെ, ഭരണഘടനയ്ക്കെതിരായ കയ്യേറ്റങ്ങൾക്കെതിരെ, മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും നാനാത്വത്തെയും തകർക്കുന്ന സംഘപരിവാർ നീക്കത്തിനെതിരെ കോൺഗ്രസിന്റെ ഒരു നേതാവും ശബ്ദിക്കുന്നില്ല. ആകെ ശബ്ദിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് പക നമ്മളോടാണ്. അതുകൊണ്ട് RSS ആഹ്വാനം ചെയ്യുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശിരസ്സെടുക്കുന്നവർക്ക് 1 കോടി ഇനാം. എന്നിട്ട് ആ പ്രസ്താവനയുടെ അലയലുകൾ രാജ്യത്ത് മുഴങ്ങുമ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷവും ആ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ഇപ്പൊ മാറിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം ചേർന്ന് സംഘപരിവാറുമായി നീക്കുപോക്കുണ്ടാക്കുന്നുവെന്ന് നമ്മളെ ആരോപിക്കുക. ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ഹംസ, MR മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഭവിൻ വിനോദ്, ബൽറാം, അനുശ്രീ എന്നിവർ നയിച്ച ഗാനമേളയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. CPM തൃത്താല ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആറങ്ങോട്ടുകാരിൽ നിന്നും ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ച് ഇരുമ്പകശ്ശേരി AUP സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത് സങ്കല്പിക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ ചിട്ടയായി, അച്ചടക്കത്തോടെ, ജനാധിപത്യപരമായി ചർച്ചകൾ, പരിശോധനകൾ, തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടോ? അതാണ് CPIM-ന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പറയുന്നത്, CPIM നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. CPIM മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ വേറിട്ട ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നത്. സമ്മേളനത്തിൽ പുതിയ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട TP മുഹമ്മദ് അധ്യക്ഷനായി. P മമ്മിക്കുട്ടി MLA, PN മോഹനൻ, VK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാട്ടാനയെ തുരത്താൻ പടക്കമെറിയുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനം വാച്ചർക്ക് സാരമായി പരിക്കേറ്റു. ഒലവക്കോട് RRT സ്റ്റാഫ് സൈനുൽ ആബുദ്ദീനാണ് പരിക്കേറ്റത്. വിരലുകൾ അറ്റുപോയ സൈനുൽ ആബിദിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒലവക്കോട് ധോണി ഭാഗത്ത് കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് അവിടെ എത്തിയതായിരുന്നു സൈനുൽ ആബിദ്. ആന ജനവാസ മേഖലയിലേക്കും കൃഷിയിടത്തിലേക്കും ഇറങ്ങാൻ ശ്രമിച്ചതോടെയാണ് സൈനുൽ പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിച്ചത്. പടക്കം എറിയുന്നതിനിടെ കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നു. വിരലറ്റ് രക്തം പാർന്ന സൈനുലിനെ സഹപ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചു. സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് വനം വാച്ചർമാർ പണിയെടുക്കുന്നത്. സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ വനം വകുപ്പ് പലപ്പോഴും ഗുരുതര വീഴ്ച വരുത്തുന്നുണ്ട്. ഇതുമൂലം അപകടങ്ങളും പതിവാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുളപ്പുള്ളി സ്വദേശിയായ വിദ്യാർത്ഥിനി മരിച്ചു. കുളപ്പുള്ളി പന്തലാക്കപ്പറമ്പിൽ ശശികുമാറിന്റെയും ഷൊർണൂർ നഗരസഭാ കൗൺസിലർ നിഷ ശശികുമാറിന്റെയും മകൾ 14 വയസ്സുള്ള അനന്യയാണ് മരിച്ചത്. കരൾ പകുത്തു നൽകാൻ അമ്മ മുന്നോട്ട് വന്നിരുന്നു. കുടുംബത്തെ സഹായിക്കാൻ ചികിത്സാ സമിതിയും രൂപീകരിച്ചിരുന്നെങ്കിലും നാടിന്റെ പ്രാർത്ഥന വിഫലമാക്കി ഞായറാഴ്ച ഉച്ചയോടെ അനന്യ യാത്രയായി. സിനിമ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിതെന്ന് മുഹമ്മദ് മൂസിൻ MLA. നല്ല കൂട്ടായ്മകളിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സിനിമയെന്നും സമൂഹത്തിനു വേണ്ടി സാംസ്കാരികപരമായ സിനിമ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഓരോ പ്രദേശങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്കും സിനിമ എത്തണം. നല്ല കൂട്ടായ്മയിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണം. സിനിമ വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും MLA പറഞ്ഞു. വലിയൊരു കമ്മ്യൂണിറ്റി പട്ടാമ്പിയിൽ സിനിമയെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സിനിമ ഒരു ആർട്ട് ഫോം ആയിട്ടാണ് വന്നതെങ്കിലും
അത് പിന്നീട് കേവലം ഒരു ആർട്ട് ഫോമിൻ്റെ അപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ സിനിമയ്ക്കുണ്ടായിട്ടുണ്ട്. അത് സാംസ്കാരികമായി, രാഷ്ട്രീയമായി, മറ്റു പലതരത്തിലും സാമ്പത്തികമായും ഒക്കെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി സിനിമ മാറിയിട്ടുണ്ട്. സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ആർട്ട് ഫോമിൽ നിന്ന് ആരംഭിച്ചതാണ്. ഞായറാഴ്ച രാവിലെ പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു സ്വീകരണ പരിപാടി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ ടി പി ഷാജി, മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, ചലച്ചിത്ര പിന്നണി ഗായിക രാധിക അശോക്, ചലച്ചിത്ര അക്കാദമി കോഴിക്കോട് റീജിയണൽ കോർഡിനേറ്റർ നവീന, കോളേജ് യൂണിയൻ ചെയർമാൻ കെ ജീവ, സുനിൽ ഓങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ടൂറിംഗ് ടാക്കീസ് വിളംബരജാഥ പട്ടാമ്പിയിലെത്തിയത്. 14 ജില്ലകളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ട്. ഡിസംബർ 13 മുതൽ 20 വരെയാണ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലാണ് വിളംബരജാഥ നടത്തിവരുന്നത്. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ലോക സിനിമയെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും വലിയ മേളയുടെ ഭാഗമാകാൻ പ്രാദേശികരായ ജനങ്ങൾ തയ്യാറാകുന്നുണ്ടെന്നും ചലച്ചിത്ര അക്കാദമി കോഴിക്കോട് റീജിയണൽ കോർഡിനേറ്റർ നവീന പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ലോക സിനിമയെ എത്തിക്കുക, അതോടൊപ്പം തന്നെ IFFKയുടെ പ്രചാരണാർത്ഥമുള്ള ഒരു യാത്രയാണിത്. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ വളരെ സന്തോഷത്തോടെ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ വളരെ വർക്കിംഗ് സാറ്റിസ്ഫാക്ഷനോടെയാണ് ഇതിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും IFFKയോട് സഹകരിക്കുന്ന ആളുകളോട്, ജനങ്ങളോട് തന്നെയാണ് നമുക്ക് അത്യധികം സന്തോഷം പറയാനുള്ളത്. കാരണം വലിയൊരു മേളയുടെ ഭാഗമാകാൻ പ്രാദേശികരായ ജനങ്ങൾ തയ്യാറാകുന്നു. 2 കൈയും നീട്ടി IFFK സ്വീകരിക്കുന്നതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA, പാലക്കാട് ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകൾ വളരെയധികം ഊർജിതമായി ഇത്തരം ഒരു IFFKയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കുകയും വളരെ പോസിറ്റീവായി നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരികയും സിനിമയോടുള്ള അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തത് വളരെ പോസിറ്റീവായ സൈനാണ് ലോക സിനിമയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നത്, IFFKയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. കോഴിക്കോട് ചലച്ചിത്ര അക്കാദമിയുടെ റീജിയണൽ കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. വിളംബരജാഥ ഞായറാഴ്ച തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 9ാം ദിനത്തിൽ അരങ്ങിൽ ഉദ്യോഗം നിറച്ച് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം. മുഹാദ് വെമ്പായം രചന നിർവഹിച്ച നാടകം സുരേഷ് ദിവാകരനാണ് സംവിധാനം ചെയ്തത്. നാടകോത്സവം തിങ്കളാഴ്ച സമാപിക്കും. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 9ാം ദിനത്തിൽ അരങ്ങിൽ ഉദ്വേഗം നിറച്ച് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം 2 മണിക്കൂർ നേരം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ നാടകം അവസാന രംഗം കഴിഞ്ഞ് കർട്ടൻ താഴുന്നതുവരെ പ്രേക്ഷക ശ്രദ്ധ മാറ്റാതെ കഥ പറയുന്നു എന്നിടത്താണ് അനന്തരം അവതരണ മികവിന്റെ കയ്യൊപ്പ് ചാർത്തുന്നത്. സ്വന്തം ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്ന ഒരു പോലീസുകാരന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കയ്യബദ്ധം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളാണ് നാടകം പ്രമേയമാക്കുന്നത്. ഒരു പ്രസ് ക്ലബ് മീറ്റിംഗിൽ ആരംഭിച്ച് ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറഞ്ഞ് അതേ പ്രസ് ക്ലബ് മീറ്റിംഗിൽ പര്യവസാനിക്കുന്ന നാടകം അരങ്ങിൽ കഥ പറച്ചിലിന്റെ വേറിട്ടൊരു ട്രീറ്റ്മെന്റ് കൂടിയാണ് പരീക്ഷിക്കുന്നത്. അതിനോടൊപ്പം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന പ്രസക്തമായ ചോദ്യവും നാടകം മുന്നോട്ട് വെക്കുന്നു. ഈ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. അത് മനസ്സിലായി. എന്നിട്ട് പ്രസ് മീറ്റ് നടത്താമെന്ന് പറഞ്ഞ ആളെവിടെ? എനിക്കും അറിയില്ല. കുടിക്കുന്ന വെള്ളത്തിലും ഒഴിക്കുന്ന മൂത്രത്തിലും വരെ എക്സ്ക്ലൂസീവ് തേടുന്നവരാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ. അത്തരത്തിൽ എന്തോ ഒരു എക്സ്ക്ലൂസീവ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം പോലും അറിയാതെ ഗോപന് അങ്ങനെ തോന്നാനെന്താ? പറയാം, വിശദമായി പറയാം. അനന്തരം എന്ന നാടകത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ അകം കാഴ്ചകളിലേക്ക് കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്ന ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യത്തിന്റെ പരിച്ഛേദം തന്നെയാണ് അനന്തരം. മുഹാദ് വെമ്പായത്തിന്റെ മികച്ച രചനയെ സുരേഷ് ദിവാകരൻ തന്റെ കൈയടക്കമുള്ള സംവിധാന മികവ് കൊണ്ട്
മികച്ചൊരു അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഒപ്പം അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനങ്ങളും കൂടി ചേരുമ്പോൾ അനന്തരം എന്ന നാടകം പ്രമേയം കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും ഒരു മെയിൻ സ്ട്രീം സിനിമയോട് ചേർന്ന് നിൽക്കുന്നു. ഈ പത്രസമ്മേളനം തുടങ്ങി അവസാനിക്കുന്നവരെ ആരും ഇവിടേക്ക് വരികയുമില്ല, ആരും ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോവുകയുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? 12 മണിക്ക് എനിക്ക് പറയാനുള്ളത് കേട്ട് തീരും വരെ, അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്ത് തീരും വരെ ഒരുത്തരും ഇവിടെ നിന്നും എങ്ങോട്ടും പോവില്ല. നാടകോത്സവത്തിന്റെ സമാപന ദിവസമായ തിങ്കളാഴ്ച കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ് അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM കൊഴിഞ്ഞാമ്പാറ ഫസ്റ്റ്, സെക്കൻഡ് ലോക്കൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് പാർട്ടി അംഗത്വമില്ലാത്തവരും BJP-ക്കാരും കോൺഗ്രസുകാരുമാണെന്ന് വിമതർ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി തന്നെ നേതൃത്വം നൽകുകയാണെന്ന് വിമത നേതാവും CPIM ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗവും കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ M സതീഷ് ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് രീതിക്ക് യോജിച്ച പ്രവർത്തനമല്ല കൊഴിഞ്ഞാമ്പാറയിൽ നടക്കുന്നതെന്ന് M സതീഷ് കുറ്റപ്പെടുത്തി. ബ്രാഞ്ചുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരല്ലാത്ത അംഗങ്ങളും BJP-ക്കാരും കോൺഗ്രസുകാരും LC സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്തരത്തിലുള്ള LC സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാർട്ടി ജില്ലാ സെക്രട്ടറി നേരിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ചിത്രങ്ങൾ സഹിതം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാവുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവർക്കും പാർട്ടി ബന്ധുക്കൾക്കും അനുയായികൾക്കും ഒത്തുചേരാനായി EMS കേന്ദ്രം തുറന്നത്. EMS കേന്ദ്രം ജനസേവന കേന്ദ്രമായും പ്രവർത്തിക്കുമെന്ന് സതീഷ് പറഞ്ഞു. പരാതിയിന്മേൽ ഒരു നടപടിയും വരുന്നില്ല. മാത്രമല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ 2 ലോക്കൽ സമ്മേളനങ്ങളിൽ പാർട്ടി മെമ്പർമാരല്ലാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ സെക്രട്ടറിയെയും കമ്മിറ്റിയെയും എല്ലാം തിരഞ്ഞെടുക്കപ്പെടുക, പാർട്ടി ബ്രാഞ്ചുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബഹുഭൂരിപക്ഷ പ്രതിനിധികൾ പുറത്തു നിൽക്കുക, അവരെ ഒന്നും ഒരു കാര്യവും അറിയിക്കുന്നില്ല. അങ്ങനെ തികച്ചും വിഭാഗീയമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ സമ്മേളന ഘട്ടത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് ഇടപെട്ട് ചെയ്യുകയാണ്. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ തുടക്കം മുതൽ കൊഴിഞ്ഞാമ്പാറ 1, കൊഴിഞ്ഞാമ്പാറ 2 ലോക്കൽ സമ്മേളനങ്ങളിൽ തികച്ചും പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനമല്ല നടക്കുന്നത്. ഇത് പാർട്ടി സംഘടനാ വിരുദ്ധ സമ്മേളനങ്ങളാണ്, പാർട്ടി അംഗങ്ങളല്ലാത്തവർ പങ്കെടുക്കുന്നുണ്ട്, ഇതെല്ലാം ചിത്രങ്ങൾ സഹിതം തെളിവ് സഹിതം പറഞ്ഞിട്ടും ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും LC അംഗവുമായ S മുഹമ്മദ് ഫാറൂഖ്, LC അംഗം V ശാന്തകുമാർ, N വിജയാനന്ദ്, ദീപ സുമേഷ്, ഫരീദ, A മുഹമ്മദ് ബഷീർ, M സദ്ദാം ഹുസൈൻ എന്നിവരും M സതീഷിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ വയോധികൻ കഴുത്തിൽ കുരുക്കിട്ട് കിണറിൽ ചാടി മരിച്ചു. മാരാത്തുകുന്ന് ഉന്നതിയിലെ തൊട്ടേക്കാട് വീട്ടിൽ 73 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. ഭാര്യയുടെ നിര്യാണത്തോടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ചന്ദ്രൻ താമസിച്ചിരുന്നത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. കൊപ്പം നക്ഷത്ര റീജൻസിയിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് KP റസാഖ് അധ്യക്ഷനായി. 160-ലധികം അംഗങ്ങൾ പങ്കെടുത്ത കൺവെൻഷനിൽ വെച്ച് പട്ടാമ്പി മണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകി. ജില്ലയുടെ ഉപാധ്യക്ഷൻ മുസ്തഫ മുളയങ്കാവ് നിയോജകമണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ 2024-26 വർഷത്തേക്കുള്ള പാനൽ അവതരിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റായ പട്ടാമ്പി യൂണിറ്റിലെ സുജീഷ് വട്ടപ്പറമ്പിലിനെയും ജനറൽ സെക്രട്ടറിയായി P റഫീഖ് ശങ്കരമംഗലം, ട്രഷററായി മുഹമ്മദ് റഫീഖ് വല്ലപ്പുഴ എന്നിവർ അടങ്ങുന്ന 41 അംഗ എക്സിക്യൂട്ടീവിനെ യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് ഷമീർ മണ്ണാർക്കാട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി K ഹമീദ്, ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് പട്ടാമ്പി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V മൊയ്തുഹാജി, ഒറ്റപ്പാലം മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് കണ്ണനുണ്ണി, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി മണ്ണാർക്കാട് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി M സിദ്ദിഖ് പത്ര സ്വാഗതവും ട്രഷറർ KT ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി പുഴയുടെ നവീകരണം വേനൽ രൂക്ഷമാകുന്നതിന് മുമ്പ് പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ്. വാഴാനി 1-ാം ചിറ മുതൽ കാഞ്ഞിരക്കോട് വരെ പുഴ നവീകരണത്തിന് 10 കോടി അനുവദിച്ചിരുന്നെങ്കിലും പ്രവൃത്തി ഇപ്പോഴും കാര്യക്ഷമമല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി.
ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പുഴ നവീകരണത്തിനായി 10 കോടി രൂപ അനുവദിച്ചത്. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നു. വേനലെത്തിയതോടെ കുടിവെള്ള വിതരണത്തിന് പ്രാധാന്യം നൽകിയതിനാൽ പദ്ധതി നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. 2018 പ്രളയത്തിൽ പുഴ മണ്ണും ചെളിയും നിറഞ്ഞ് നികന്നതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പുഴ നവീകരിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ നവീകരണം ദ്രുതഗതിയിലാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ, വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവർ ആവശ്യപ്പെട്ടു. ഒരു താൽക്കാലിക സൈഡ് കെട്ടി അല്ലെങ്കിൽ തടയണയുടെ ഷട്ടർ മാറ്റി എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല. കോടിക്കണക്കിന് വെറുതെ ലാപ്സാവും. അതുകൊണ്ട് പുഴയുടെ സംരക്ഷണം, നാളുകളിൽ ഇത്തരം പ്രളയം എത്രയുണ്ടായാലും ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ വേനൽക്കാലത്ത് പരമാവധി വെള്ളം സംഭരിച്ച് നിൽക്കാവുന്ന രീതിയിലേക്ക് പുഴയെ ജനോപകാരപ്രദമാക്കി മാറ്റുന്ന വലിയൊരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെമിനാറിലേക്ക് നീങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ ശക്തമായ നിർദ്ദേശങ്ങൾ സർക്കാരിലും മറ്റും സമർപ്പിക്കും. അതിന് അനുകൂലമായൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വാഴാനി ഒന്നാഞ്ചിറ മുതൽ കാഞ്ഞിരക്കോട് വരെയുള്ള പുഴയുടെ നവീകരണത്തിനാണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. 2024 പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ മണ്ണും മണലും നിറഞ്ഞ് പുഴയിൽ അങ്ങിങ്ങായി തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും വൻതോതിൽ പാർശ്വഭിത്തികൾ തകർന്നിട്ടുണ്ട്. ഇവയെല്ലാം നീക്കി പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം കക്കാട് പള്ളിപ്പെരുന്നാൾ കാണാനെത്തിയ യുവാക്കളെ ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പോർക്കുളം സ്വദേശികളായ 22 വയസ്സുള്ള ആദർശ്, 20 വയസ്സുള്ള അഭിനവ്, 21 വയസ്സുള്ള അഭിജിത്ത് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നവംബർ 9-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കക്കാട് പള്ളിപ്പെരുന്നാൾ കാണാനെത്തിയ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പ്രതികൾ യുവാക്കളെ ഹെൽമറ്റ് കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പറയുന്നു. മർദ്ദനത്തിൽ കാണിപ്പയ്യൂർ സ്വദേശികളായ സൗരവ്, അരുൺ, അക്ഷയ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് 5 പേർക്കെതിരെ കേസെടുത്ത പോലീസ് 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോടതിയിൽ നിന്നും ജാമ്യത്തിനിറങ്ങിയ ശേഷം പിന്നീട് വർഷങ്ങളോളം ഹാജരാകാതെ ഒളിവിൽ പോയ നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ അതിസാഹസികമായി പിടികൂടി പട്ടാമ്പി പോലീസ്. എഴുവന്തല ചക്കിങ്ങൽ തൊടി വീട്ടിൽ നൌഷാദിനെയാണ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കോയമ്പത്തൂരിലെ ഒളിത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം കോടതിയിൽ ഹാജരാകാതെ വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്തുന്നതിന് ജില്ലയിൽ പ്രത്യേക ഓപ്പറേഷൻ നടത്തുന്നതിന്റെ ഭാഗമായാണ് പട്ടാമ്പി പോലീസ് കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയത്. അതിൽ ഉൾപ്പെട്ട പ്രതിയായിരുന്നു നൌഷാദ്. നൌഷാദിന്റെ പേരിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിലായി 30ഓളം മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും കോടതികളിൽ യഥാസമയം ഹാജരാകാതെ ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിനായുള്ള ഓപ്പറേഷൻ തുടരുമെന്നും പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ, ASI ട്രെയിനി രംഗരാജൻ, SCPO സന്ദീപ്, CPOമാരായ മിജേഷ്, R അനൂപ് കൃഷ്ണൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI 53 വയസ്സുള്ള ജിനുമോൻ തച്ചോത്താണ് മരിച്ചത്. രാവിലെ വീട്ടുകാർ വിളിച്ചുണർത്താൻ എത്തിയപ്പോൾ മരിച്ച നിലയിലായിരുന്നു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചിട്ടുണ്ട്. സമൂഹം അതിജീവിതർക്കൊപ്പം നിൽക്കണമെന്നും കുറ്റകൃത്യങ്ങൾ തടയാൻ സംഘടനകൾ മുന്നോട്ട് വരണമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി KV ജയകുമാർ പാലക്കാട്ട് കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വിശ്വാസിന്റെ 12 വർഷത്തെ സേവനങ്ങളുടെ സംക്ഷിപ്ത രൂപമായ വിശ്വാസ് സ്മരണിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് KV ജയകുമാർ. മലമ്പുഴ MLA A പ്രഭാകരൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വിശ്വാസ്
സ്മരണിക കമ്മിറ്റി ചെയർമാൻ ബി ജയരാജ് അധ്യക്ഷത വഹിച്ചു. മുൻ DGPയും വിശ്വാസ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ PM നായർ മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വാസ് ഇന്ത്യ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് P പ്രേംനാഥ്, സെക്രട്ടറി M ദേവദാസൻ, KV വാസുദേവൻ, KP രാജി എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ മികച്ച നിയമ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ NR മാധവമേനോൻ പുരസ്കാരവും അതിജീവിതരുടെ മക്കൾക്കുള്ള വിശ്വാസ് രാധികാദേവി സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം തിരുത്തിക്കാട്ടെ അനധികൃത ഭക്ഷണശാല അധികൃതർ പൊളിച്ചു നീക്കി. പോലീസ് സഹായത്തോടെയാണ് നഗരസഭ ഭക്ഷണശാല പൊളിച്ചു നീക്കിയത്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ തിരുത്തിക്കാട് തുറക്കുളം റോഡിൽ വാഹനഗതാഗതത്തിന് തടസ്സമായും രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ടെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം പൊളിച്ചു നീക്കിയത്. നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗമാണ് പോലീസ് സഹായത്തോടെ ഭക്ഷണ വിൽപ്പന കേന്ദ്രം പൊളിച്ചു മാറ്റിയത്. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S രശ്മി, PP വിഷ്ണു, ശുചീകരണ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തട്ടുകട പൊളിച്ചു മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കൺവെൻഷൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കോട്ടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോട്ടായി മേജർ റോഡിൽ നടന്ന കൺവെൻഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് നിതീഷ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VB ശശിധരൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, സുലൈമാൻ കരിയങ്കോട്, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PR രമേശ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറീന, റജീഷ് കരിയങ്കോട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വയനാട്ടിലെ ദുരിതബാധിതരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ കലക്ട്രേറ്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മേജർ റോഡ് ജംഗ്ഷനിൽ പ്രതിഷേധ മാർച്ചും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയൻ മേഖലാ സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗം P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം NSS B.Ed ട്രെയിനിംഗ് കോളേജിലായിരുന്നു മേഖലാ സമ്മേളനം. നമ്മൾ ഈ തറവാട്ട് പാരമ്പര്യമൊക്കെ പറയുന്നില്ലേ? തറവാട്ട് പാരമ്പര്യം ആർക്കൊക്കെ ഉള്ളത്? തറവാടെന്ന് ആരാ പറയുക? നായന്മാർ മാത്രമല്ലേ പറയുള്ളൂ? വേറെ ആരെങ്കിലും ഞാൻ എന്നെ തറവാട്ടിലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ പാരമ്പര്യം, ആ തറവാട്ടിൻ്റെ പാരമ്പര്യം നമുക്ക് നമ്മുടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ അത് മനസ്സിലാക്കി ഞാൻ ഇന്ന വീട്ടിൽ ജനിച്ചതാണ്, ഇന്ന തറവാട്ടിൽ ജനിച്ചതാണെന്ന് പറയാനുള്ള ആർജവം. സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് M മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ വിശിഷ്ടാതിഥിയായിരുന്നു. തിരൂർ യൂണിയൻ സെക്രട്ടറി S മഹേഷ് കുമാർ സംഘടനാ സംവിധാനങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തു. യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ, യൂണിയൻ കമ്മിറ്റി അംഗം M രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങൾ, പ്രതിനിധി സഭാ അംഗങ്ങൾ, വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മേഖലയിലെ 70-ൽ പരം കരയോഗങ്ങളിൽ നിന്നായി 1000-ൽ പരം അംഗങ്ങളാണ് മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാടുമൂടിയ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസ് പരിസരം വൃത്തിയാക്കി കർഷകർ. കാരക്കാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ശ്രമദാനം. കാടുകെട്ടിയ പമ്പ് ഹൗസ് പരിസരം കാട്ടുപന്നികളുടെയും ഇഴജന്തുക്കളുടെയും താവളമായിരുന്നു. കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിക്ക് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള ഷൊർണൂർ കാരക്കാട് നമ്പ്രത്തുള്ള കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിന്റെ പരിസരം വർഷങ്ങളായി കാടുകെട്ടിയ നിലയിലാണ്. കാട്ടുപന്നികളുടെയും ഇഴജന്തുക്കളുടെയും താവളമായി ഇവിടം മാറി.
പമ്പിംഗ് കാലം കഴിഞ്ഞാൽ ഇറിഗേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കാത്ത പ്രദേശമാണിത്. ജനവാസ മേഖലയല്ലാത്തതുകൊണ്ട് പുഴയുടെ തീരത്ത് പകൽ പോലും ആളുകൾ വരാൻ ഭയപ്പെടും. കാടുമൂടിക്കിടക്കുന്ന പമ്പ് ഹൗസ് പരിസരത്തെ ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് സാമൂഹ്യവിരുദ്ധരായ മോഷ്ടാക്കൾ പമ്പ് ഹൗസിലെ മോട്ടോറുകളും ഇലക്ട്രിക് സാധനങ്ങളും ഉൾപ്പെടുന്ന ലക്ഷങ്ങളുടെ പൊതുമുതൽ മോഷ്ടിച്ചത്. കർഷകരെ സഹായിക്കേണ്ട ജലസേചന വകുപ്പ് അധികൃതർ പരിശോധനകൾ യഥാസമയം നടത്താത്തതുകൊണ്ട് രണ്ടാംവിള നെൽകൃഷിക്കായി ഞാർനട്ട പാടങ്ങൾ മോട്ടോർ ഇല്ലാത്തതുമൂലം വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാതെ ഉണങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. മോട്ടോറുകൾ മോഷണം പോയി 15 ദിവസം കഴിഞ്ഞിട്ടും പകരം മോട്ടോറുകൾ സ്ഥാപിച്ച് ജലസേചനം പുനരാരംഭിക്കാൻ അധികൃതർ തയ്യാറായില്ല. കർഷകരോടുള്ള ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിനെതിരെ പ്രദേശം വൃത്തിയാക്കിയ കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസ് പരിസരത്തെ ശുചീകരണത്തിന് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി സി ബിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല നഗരിപ്പുറത്ത് ബൈപ്പാസ് റോഡിലെ സ്ലാബില്ലാത്ത അഴുക്കുചാൽ അപകട ഭീഷണി ഉയർത്തുന്നു. ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ അഴുക്കുചാലിൽ സ്ലാബിടുന്നതിനാവശ്യമായ നടപടി ഉടൻ സ്വീകരിക്കണമെന്ന് യാത്രക്കാരുടെ ആവശ്യം. നഗരിപ്പുറത്തു നിന്നും സംസ്ഥാന പാതയിലേക്ക് കിടക്കുന്നിടത്ത് ബൈപ്പാസ് റോഡ് അവസാനിക്കുന്ന ഭാഗത്തായി ഏകദേശം 15 മീറ്ററോളം ദൂരമാണ് സ്ലാബിടാത്ത അഴുക്കുചാലുള്ളത്. ബൈപ്പാസ് റോഡിൽ നിന്നും സംസ്ഥാന പാതയിലേക്കായി തിരിയുന്ന വാഹനങ്ങൾ അഴുക്കുചാലിൽ കുടുങ്ങി അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അനുദിനം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് പ്രാമുഖ്യം നൽകി പൊതുമരാമത്ത് വകുപ്പ് അഴുക്കുചാലിൽ സ്ലാബിടുന്നതിനാവശ്യമായ നടപടി ഉടൻ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇത് പാലപൂക്കും കാലം. വൃശ്ചികരാവുകൾക്ക് തണുപ്പിൽ പൊതിഞ്ഞ പാലപ്പൂവിൻ്റെ വശ്യ സുഗന്ധമാണ്. മുത്തശ്ശിക്കഥകളിലെ ഭീതി നിറഞ്ഞ സാന്നിധ്യം കൂടിയാണ് ഏഴിലം പാലകൾ. പാലപൂക്കുമ്പോൾ ഒരു പാട്ടോർമ്മ വരും. ഏഴിലം പാലപൂത്തു, പൂമരങ്ങൾ കുടപിടിച്ചു. അതെ, മലയാളക്കരയാകെ വശ്യസുഗന്ധം പരത്തി ഏഴിലം പാലകൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. നഗരഗ്രാമങ്ങളിലെല്ലാം പാതയോരങ്ങളിൽ മാദക സുഗന്ധവും പേറി ഏഴിലം പാലകൾ തുലാമാസത്തിൽ പൂത്തു തുടങ്ങുമെങ്കിലും ഋതുമാറുന്ന വൃശ്ചികരാവുകളിലാണ് തണുപ്പിൻ്റെ അകമ്പടിയോടെ പാലപ്പൂവിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധം നമ്മെ തേടിയെത്തുന്നത്. മുത്തശ്ശിക്കഥകളിലെ ഭീതി നിറഞ്ഞ സാന്നിധ്യം കൂടിയാണ് ഏഴിലം പാലകൾ. പാലപ്പൂവിൻ്റെ മണം ഒഴുകിവരുന്ന രാവുകളിൽ പാലയിൽ വസിക്കുന്ന യക്ഷി വഴിയാത്രക്കാരെ വശീകരിച്ച് പാലമരത്തിലേക്ക് കൊണ്ടുപോയി രക്തമൂറ്റി കുടിക്കുമെന്നും പിറ്റേന്ന് രാവിലെ എല്ലും മുടിയും മാത്രമേ കിട്ടുകയുള്ളൂ എന്നുമുള്ള മുത്തശ്ശിക്കഥകൾ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവരുടെ ചെറുപ്പകാലത്ത് ഭീതി ഉണർത്തുന്നവയായിരുന്നു. പാലമരത്തിൽ ഗന്ധർവൻ വസിക്കുന്നുണ്ടെന്നും ഗന്ധർവൻ പെൺകിടാങ്ങളെ പ്രലോഭിപ്പിക്കുമെന്നുമുള്ള കഥകളും മേമ്പൊടിയായി ഉണ്ടായിരുന്നു. പാലപൂക്കുമ്പോൾ ആ മണമേറ്റ് പാമ്പുകൾ പാലച്ചുവട്ടിൽ എത്തുമെന്നുള്ള മറ്റൊരു വിശ്വാസവുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക കാവുകളിലും പാലയുണ്ടെന്നതാവാം അതിന് കാരണം. എന്തുതന്നെയായാലും ഈ വശ്യസുഗന്ധം ഏതൊരാളിലും നിശബ്ദമായ പ്രണയസങ്കല്പങ്ങൾക്ക് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല. മഴക്കാലം കഴിഞ്ഞ് പ്രകൃതി മഞ്ഞുകാലത്തേക്ക് പോകുന്ന ഈ കാലയളവിൽ പകലിന് ദൈർഘ്യം കുറവും രാത്രിക്ക് നീളം കൂടുതലുമാണ്. തണുപ്പരിച്ചിറങ്ങുന്ന വൃശ്ചികരാവുകളുടെ നിറസുഗന്ധമായി പാലപ്പൂമണം ഒഴുകിയിറങ്ങുന്നു. പാലപ്പൂവെന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരിക നേരത്തെ സൂചിപ്പിച്ച ഗാനവും ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ചില രംഗങ്ങളുമൊക്കെയാണ്. മലയാള കവികൾക്കിടയിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയ വേറൊരു പുഷ്പം ഇല്ലെന്നു തന്നെ പറയാം. അത്രമാത്രം മികച്ച സിനിമാ ഗാനങ്ങളും ലളിതഗാനങ്ങളും പാലപ്പൂവിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരെ ചേർത്തുപിടിച്ച് പരിചരിക്കുന്ന സ്ഥാപനങ്ങൾ സമൂഹത്തിന് സാഹോദര്യത്തിൻ്റെയും അനുകമ്പയുടെയും സന്ദേശമാണ് സമ്മാനിക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുന്നംകുളം പഴുതാന അരുവി റീഹാബിലിറ്റേഷൻ സെന്ററിൽ ക്രിസ്റ്റൽ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഗവർണർ. അരുവി റീഹാബിലിറ്റേഷൻ കേന്ദ്രം സ്ഥാപക ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കലിൻ്റെ സപ്തതി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. സമൂഹത്തിന് സാഹോദര്യത്തിൻ്റെയും അനുകമ്പയുടെയും സന്ദേശമാണ് അരുവി റീഹാബിലിറ്റേഷൻ കേന്ദ്രം നൽകുന്നതെന്ന് ഗവർണർ പറഞ്ഞു. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ബിൽഡിംഗ് Aruvi Rehabilitation Center has opened doors that society
often mistakenly closes for the differently abled. Thus, this rehabilitation center has been a pillar of strength and a testament to the possibilities that arise when compassion meets dedication. ജോളി ജോയ് ആലുക്ക അധ്യക്ഷത വഹിച്ചു. ടി.എസ്. പട്ടാഭിരാമൻ, പി.എം. തോമസ്, ഡോക്ടർ വർഗീസ് മേലിട്ടുപാലത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കൊപ്പം ടൗണിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം എം.പി. വി.കെ. ശ്രീകണ്ഠൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, ഇ. മുസ്തഫ മാസ്റ്റർ, എ.പി. രാമദാസ്, പുണ്യ സതീഷ്, റിയാസുദ്ദീൻ, രവി സരോവരം, എ.കെ. മുസ്തഫ, ടി.കെ. ഷുക്കൂർ, എം.ടി. വഹാബ്, മനോജ്, എ.കെ. അസീബ്, ഹനീഫ എന്നിവർ സംസാരിച്ചു. ബി.ജെ.പി. മനിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ആചരിച്ചു. മനിശ്ശേരിയിൽ നടന്ന അനുസ്മരണ പരിപാടി ബി.ജെ.പി. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് എൻ. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അനുസ്മരണ സമ്മേളനം ബി.ജെ.പി. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് എൻ. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെൽ കോർഡിനേറ്റർ പി. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മനിശ്ശേരി ഏരിയ ജനറൽ സെക്രട്ടറി എ.സി. സുബ്രഹ്മണ്യൻ, എസ്.സി. മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കെ.പി. ശശിധരൻ, കെ.പി. മുരളീധരൻ, കെ. കൃഷ്ണദാസ്, രാജേഷ് കുമാർ, പി. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒ.ബി.സി. മോർച്ച ഏരിയ പ്രസിഡന്റ് എ. അഭിലാഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വെള്ളിനേഴിയിലെ മിയാവാക്കി മാതൃകാ വനം സന്ദർശിച്ച് ജപ്പാനീസ് പരിസ്ഥിതി പ്രവർത്തകൻ. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും പരിസ്ഥിതി സംഘടനയായ അടക്കാപുത്തൂർ സംസ്കൃതിയുടെയും സഹകരണത്തോടെയാണ് പഞ്ചായത്തിൽ മിയാവാക്കി വനം സ്ഥാപിച്ചത്. ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ അക്കീര മിയാവാക്കി രൂപപ്പെടുത്തി വിജയിച്ചതും ലോക ശ്രദ്ധയാകർഷിച്ചതുമായ മിയാവാക്കി വനവൽക്കരണത്തിന് 2 വർഷം മുൻപാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് കുറ്റാനശ്ശേരിയിൽ തുടക്കം കുറിച്ചത്. അടക്കാപുത്തൂർ സംസ്കൃതിയുടെ പ്രത്യേക ക്ഷണപ്രകാരം അക്കീര മിയാവാക്കിയുടെ പ്രിയ ശിഷ്യനും ആയുർവേദ ഫിസിയോതെറാപ്പി ഡോക്ടറുമായ നവോഹിരോ ഓഹിറ മിയാവാക്കി വനം സന്ദർശിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ അഡ്വക്കേറ്റ് പ്രേംകുമാർ എം.എൽ.എ. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണ്. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് കലാഗ്രാമം എന്ന നിലയിൽ സവിശേഷതയുള്ള പഞ്ചായത്ത് കൂടിയാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് എത്രമാത്രം നമുക്ക് നമ്മുടെ നാടിനെ ഹരിതാപമാക്കാനും വരുന്ന തലമുറയ്ക്ക് കൂടി ജീവിക്കാനും കഴിയുന്ന നിലയിൽ ഇടപെടാം എന്നതിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളുമൊക്കെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് നടത്താറുണ്ട്. മിയാവാക്കി പരിസരത്ത് ഒഹിറ കണിക്കൊന്നത്തായി നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലൊരു പഞ്ചായത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. മിയാവാക്കി വനവൽക്കരണത്തിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും അന്യം നിന്നുപോകുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് സംസ്കൃതി പ്രവർത്തകനും പദ്ധതിയുടെ കോർഡിനേറ്ററുമായ രാജേഷ് അടക്കാപുത്തൂർ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ. ശ്രീധരൻ മാസ്റ്റർ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ, ജനപ്രതിനിധികളായ കെ. അനിൽകുമാർ, വി. ബിന്ദു, ഒ. ഗോപാലകൃഷ്ണൻ, കെ. പ്രേമ, എം. രാജാമണി, സി. ജലജ, സെക്രട്ടറി കെ. രാധാകൃഷ്ണൻ, വള്ളൂർ രാമകൃഷ്ണൻ, എ. ആർ. വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സർക്കാർ മേഖലയിലെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം നേടിയ കെ.എസ്. കൊച്ചുനാരായണിയെ മങ്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മങ്കര പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന വേളയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് കൊച്ചുനാരായണിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക കൊച്ചുനാരായണിക്ക് ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മാറി അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് സംസ്ഥാന അവാർഡ് നമ്മുടെ കൊച്ചുമാരത്തിനാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളൊപ്പം നിന്ന് സഹകരിച്ച മേഡത്തിന് പ്രത്യേക നന്ദി അറിയിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ. പി. സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഒ. എ. ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി നിഷ എന്നിവർ സംസാരിച്ചു. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ സീനിയർ സൂപ്രണ്ടായി കൊച്ചുനാരായണി ജോലി ചെയ്തു വരുന്നു. വളരെ ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു ശരീരം ഇവിടെ നിൽക്കുന്നത്. ആ ശരീരത്തിനുള്ളിലുള്ള മനസ്സിനെ പരിപോഷിപ്പിക്കുന്നതിനും ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെയായിരുന്നു. കാരണം
അവാർഡ് മുത്തച്ഛനും അച്ഛനും ഒക്കെ അവാർഡിൻ്റെ ആൾക്കാർ അവാർഡിന് വേണ്ടി നല്ല സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ്. അത് കണ്ടിട്ടാണ് ഞാനും വളരുന്നത്. എന്നെ ഇതുവരെ ഒരു വയ്യാത്ത കുട്ടി എന്നുള്ള ഒരു വാക്ക് എൻ്റെ മുന്നിൽ ഇതുവരെ അവർ ഉച്ചരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കൂനത്തറ GBHSS ലിറ്റിൽ കൈറ്റ്സ് പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പത്മശ്രീ രാമചന്ദ്ര പുലവരുമായി കൂടിക്കാഴ്ച നടത്തി. തോൽപ്പാവക്കൂത്തിനെയും പിന്നണിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകർക്കൊപ്പം വിദ്യാർത്ഥികൾ രാമചന്ദ്ര പുലവരുടെ വീട് സന്ദർശിച്ചത്. ലിറ്റിൽ കൈറ്റ്സ് മിസ്ട്രസ് സിനി നേതൃത്വം നൽകി. ഒങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടന്നു. നാരായണീയ സമിതി കൺവീനർ R. മീന യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലാണ് മാസം തോറും നാരായണീയ പാരായണ യജ്ഞം നടത്തിവരുന്നത്. VP മാധവിക്കുട്ടി, PT ഗീത, PK രുക്മിണി, PK മിനി, VP അമ്മുക്കുട്ടി, TT സുലോചന തുടങ്ങിയവരും മറ്റ് സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. PN രാമൻ, C വേണുഗോപാൽ, N മാധവചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ പരുത്തിപ്പുറ കോണോത്ത് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ക്ഷേത്രശുദ്ധി അഷ്ടബന്ധ കലശ ചടങ്ങുകൾ നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് ഞായറാഴ്ച പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരുത്തിപ്ര ശ്രീ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഊട്ടുപുര നിർമ്മാണം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാമായണ മാസാചരണം, നരസിംഹമൂർത്തി ജയന്തി, നവരാത്രി മഹോത്സവം തുടങ്ങിയ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടത്തിവരുന്നുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിക്കുന്നതിനു വേണ്ടിയാണ് താന്ത്രിക ആചാരപ്രകാരമുള്ള ശുദ്ധി അഷ്ടബന്ധ കലശം തുടങ്ങിയ അനുബന്ധ ചടങ്ങുകൾ നടത്തിയത്. തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ മനക്കൽ ഭവത്രാതൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പാടിവട്ടം രാമൻ നമ്പൂതിരിയുടെയും ഉപദേശപ്രകാരമാണ് നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. 10ഓളം വേദജ്ഞർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ പ്രസാദവൂട്ടൊരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പ്രസാദവൂട്ടിൽ പങ്കെടുത്തു. ശനിയാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പ്രാസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഗ്നഹോമം, വാസ്തുകലശപൂജ, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, അത്താഴപൂജ എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ പുനരാരംഭിച്ചു. ഉഷപൂജ, ബിംബശുദ്ധി, കലശാഭിഷേകം, 25 കലശപൂജ ശുദ്ധി, കലശാഭിഷേകം, ഉച്ചപൂജ, 25 കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയുമുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളി പെരുവല പൂതിരി ഭഗവതി ക്ഷേത്രത്തിൽ അന്നദാന മണ്ഡപ നിർമ്മാണത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി KU അച്യുതൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് KU ശ്രീനിവാസൻ, ട്രഷറർ VS നാരായണൻ, കോർഡിനേറ്റർ VK ഗംഗാധരൻ, VS ഗംഗാധരൻ, ജോയിന്റ് സെക്രട്ടറി MP കുഞ്ചു, വൈസ് പ്രസിഡന്റ് KR മുകുന്ദൻ, KS മോഹനൻ, ജോയിന്റ് ട്രഷറർ പരമേശ്വരൻ, രമേശ്, കമ്മിറ്റി അംഗങ്ങളായ PM രാമകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, MK വാസുദേവൻ, കണ്ണൻ, ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മനസ്സിൽ കൊണ്ടുകൊണ്ട് നടന്ന ഒരു സംഗതിയാണ് അന്നദാന മണ്ഡപം ഈ നാട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുക എന്ന ഉദ്ദേശം. അത് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളത്, അതങ്ങനെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നാട്ടുകാരോട് പ്രത്യേകിച്ചും ഇനിയും അവരുടെ സഹായങ്ങൾ ഞങ്ങൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. നൽകുവാൻ പ്രത്യേകം ആവശ്യപ്പെടുന്നു. ധന്യവാദം. ന്യൂസ് ബ്യൂറോ കോട്ടായി. കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. ശനിയാഴ്ച പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് വിളക്കുത്സവത്തിന് തുടക്കമായത്. ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 10-ന് അയ്യപ്പനെ കുടിയിരുത്തി. വൈകുന്നേരം 4 മണിക്ക് പറക്കുട്ടിക്കാവ് പരിസരത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഇതോടെ
ഉത്സവാന്തരീക്ഷം സജീവമായി. വൈകിട്ട് ദീപാരാധന, തുടർന്ന് അന്നദാനം എന്നിവയുമുണ്ടായി. പതിവ് വിളക്കുത്സവ പരിപാടികൾക്ക് ശേഷം ഞായറാഴ്ച പുലർച്ചെ ഗുരുതി തർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര പൂലോടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും 28 വർഷത്തെ സേവനത്തിനു ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് സി പ്രേമലതയ്ക്ക് യാത്രയപ്പ് നൽകി. ക്ഷീരസംഘം ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് നടത്തിയ യാത്രയപ്പ് ചടങ്ങ് മിൽമ സീനിയർ സൂപ്പർവൈസർ ടി.എ. ശോഭന ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വളരെയധികം ഞങ്ങൾ എന്താ പറയാ കുടുംബ ബന്ധം ആ രീതിയിൽ അവരും വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ഒരു ചേച്ചി അനിയത്തി എന്നുള്ള രീതിയിലാണ്. പിന്നെ ബാലപാഠങ്ങൾ, ഈ സംഘത്തിന്റെ ബാലപാഠങ്ങൾ, അതായത് പ്രേമ ചേച്ചിയാണ് ആദ്യം വന്നത്. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ പഠിച്ച് ഇറങ്ങിയ ഒരു സമയമാണ്. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മാറി നിൽക്കൻ എന്ന് പറയുന്ന ഒരു ശീലമാണ്. അപ്പൊ ചോദിക്കാറുണ്ട്, ഇവിടെ പല ആളുകളും ചോദിക്കാറുണ്ട് അവിടുത്തെ സെക്രട്ടറി ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊന്നും ഒരു പക്വതയൊക്കെ വന്നു. അന്ന് എന്താ പറഞ്ഞാൽ എടുത്തു ചാടുന്ന ഒരു ടൈപ്പാണ്. യാത്രയപ്പ് യോഗത്തിൽ ക്ഷീരസംഘം പ്രസിഡന്റ് കെ സതീഷ് അധ്യക്ഷനായി. വാർഡംഗം എം.എ. അനിത, മിൽമ കൂങ്ങാട് സൂപ്പർവൈസർ ടി.എ. സബർണ, ഡയറക്ടർമാരായ കെ സേതുമാധവൻ, രാമകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ, രത്നകുമാരി, രാധാമണി, സുജാത, സ്മിത എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കെ ലത സ്വാഗതവും സി പ്രേമലത നന്ദിയും പറഞ്ഞു. സംഘം ഭരണസമിതിയും കർഷകരും ചേർന്ന് പ്രേമലതയ്ക്ക് ഉപഹാരവും സമ്മാനിച്ചു. ക്ഷീരകർഷകൻ സഹദേവൻ പ്രേമലതയ്ക്ക് സ്വർണ്ണലോക്കറ്റും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ 220ാമത് പെരുന്നാൾ ആഘോഷം ഡിസംബർ 3, 2, 3, 4 തീയതികളിലായി നടക്കും. ചടങ്ങിൽ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് കത്തോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലീത്ത സഹകാർമ്മികത്വം വഹിക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 6:30 സന്ധ്യാനമസ്കാരം, തുടർന്ന് ദീപാലങ്കാരം എന്നിവ നടക്കും. ചൊവ്വാഴ്ച കുരിശുപള്ളികളിലേക്ക് വിളംബര ഘോഷയാത്ര, ശ്ലൈഹിക വാഴ്വ്, അത്താഴവിരുന്ന്, സ്റ്റേജ് ഷോ എന്നിവ നടക്കും. ബുധനാഴ്ച വിശുദ്ധ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം പൊതുസദ്യയുമുണ്ടാകും. വൈകുന്നേരം വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരെയും അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്രയും ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ ജോസഫ് മാത്യു, മനൂസി ജെയിംസ്, ജനറൽ കൺവീനർ വി.പി. ജോണി, പെരുന്നാൾ സെക്രട്ടറി കെ.സി. ജോയ്, ജോയിന്റ് സെക്രട്ടറി പി.വി. വിപിൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ പെരുന്നാൾ ഡിസംബർ 2, 3, 4 തീയതികളിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. 220ാമത് പെരുന്നാളാണ് ഈ വർഷം കൊണ്ടാടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ. ചൂരൽമലയ്ക്കായി 1 രൂപ പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ കണക്കിലെ സാങ്കേതികത്വം നിരത്തി ഒളിച്ചുകളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചുനിന്ന് കേരളത്തിനായി ശബ്ദിക്കണം. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടും. ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി. രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ജനം നല്ലപോലെ ചർച്ച ചെയ്യണമെന്ന് കെ രാധാകൃഷ്ണൻ MP. ജനാധിപത്യ മതേതര തുല്യതാ സാങ്കല്പങ്ങൾ തകർക്കപ്പെടുമ്പോൾ നാം കേവലം കാഴ്ചക്കാരാകരുത്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത്. CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തോടെ സമാപനം. ഏരിയ സെക്രട്ടറിയായി S. കൃഷ്ണദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. CPM കൊഴിഞ്ഞാമ്പാറ ഫസ്റ്റ്, സെക്കൻഡ് ലോക്കൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് പാർട്ടി അംഗത്വമില്ലാത്തവരും BJP-ക്കാരും കോൺഗ്രസുകാരുമാണെന്ന ആരോപണവുമായി വിമതർ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി തന്നെ കൂട്ടുനിൽക്കുകയാണെന്നും വിമത നേതാക്കൾ. സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാക്കാത്ത സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളെ സമാന ചിന്താഗതിക്കാർ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. കേരള കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പിരിച്ചുവിട്ടത് അധ്യാപകർ മുതൽ സെക്യൂരിറ്റി വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെ. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വൈസ് ചാൻസലറുടെ
ഉത്തരവ്. കാട്ടാനയെ തുരത്താൻ പടക്കമെറിയുന്നതിനിടെ പടക്കം കയ്യിലിരുന്നു പൊട്ടി വനം വാച്ചർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് ഒലവക്കോട് RRTയിലെ സൈനുൽ ആബിദീന്. സ്ഫോടനത്തിൽ വിരലുകൾ അറ്റ ജീവനക്കാരൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം. സിനിമ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിതെന്ന മുഹമ്മദ് മുഹ്സിൻ MLA. നല്ല കൂട്ടായ്മയിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണം. 18ാമത് ഷൊർണൂർ പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം നാളെ സമാപിക്കും. നാടകോത്സവത്തിന്റെ 9ാം ദിനത്തിൽ അരങ്ങിലെത്തിയത് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം. തിങ്കളാഴ്ച സമാപന സദസ്സിനു ശേഷം അരങ്ങിലെത്തുക കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.